ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വരിഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ക്രിട്ടിക്കൽ ഇൽനസ് പോളിസിയാണോ ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണോ എടുക്കേണ്ടതെന്ന്. രണ്ടും എടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെയാണ് ഇൻഷുർ ചെയ്യുന്നത്. ക്രിട്ടിക്കൽ ഇൽനസ് എന്ന് പറയുന്നത് മേജറായിട്ട് വരുന്ന ഇൽനസിനെയാണ് കവർ ചെയ്യുന്നത്. ഈ ക്രിട്ടിക്കൽ ഇൽനസിന് തന്നെ കുറച്ച് മേജർ ആയിട്ടുള്ള ചില അസുഖങ്ങളെ മാത്രമാണ് കവർ ചെയ്യുന്നത്. അത് മേജർ കേസ് വന്നാൽ മാത്രമാണ് കിട്ടുന്നത്. അത് ഒരിക്കൽ മാത്രമാണ് കിട്ടുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി എടുത്താൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു കേസ്, അത് ക്യാൻസർ ആണോ അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസ് ആയിരിക്കാം, അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ആയിരിക്കാം, അങ്ങനെയുള്ള മേജർ ആയിട്ട് വരുന്ന ഒരു അസുഖത്തിന് മാത്രമാണ് ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി കവറേജ് കിട്ടുക. അപ്പോൾ ഒരു മൈനർ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കവറേജ് പേ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് സാധാ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയും ക്രിട്ടിക്കൽ ഇൽനസ് പോളിസിയും എടുക്കേണ്ടതിന്റെ ആവശ്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് ഒരു നിശ്ചിത തുക കിട്ടണമെങ്കിൽ, അവർക്ക് ഒരു സെക്യൂരിറ്റി കിട്ടണമെങ്കിൽ അവിടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി തന്നെ ഉണ്ടായിരിക്കണം. വേറെ ഒരു പോളിസിയിലും ഡെത്ത് ബെനിഫിറ്റ് എന്ന രീതിയിൽ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ 3 കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഹെൽത്ത് ഇൻഷുറൻസ് എന്തിനു എടുക്കണമെന്നും, ക്രിട്ടിക്കൽ ഇൽനസ് എന്തിനു എടുക്കണമെന്നും, അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് എങ്ങനെ എടുക്കണമെന്നും. ഈ 3 കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസവും അതിന്റെ ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ കേസ് ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അപ്പോൾ പിന്നെ ക്രിട്ടിക്കൽ ഇൽനസ് എടുക്കണോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, മേജർ ആയിട്ട് വരുന്ന കേസുകൾ നമ്മൾ നോക്കിയാൽ അറിയാം. ഇന്ന് മേജർ ആയിട്ട് വരുന്ന ഇൽനസുകൾക്ക് ഉള്ള ട്രീറ്റ്മെന്റിനൊക്കെ വലിയ വലിയ തുകകളാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഹയസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഇൻഡസ്റ്റൈൻ ട്രാൻസ്പ്ലാന്റേഷൻ, അതൊക്കെ 30 lakh ഒക്കെ വരും. അങ്ങനെയൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ എന്തായാലും നമ്മുടെ കയ്യിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ഇൻഷുറൻസിൽ നിന്നോ ഒന്നും എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾക്ക് ഇപ്പോൾ ഒരാൾ ജോലി ചെയ്യുകയാണ്, സ്ഥാപനത്തിൽ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കാം, അതുപോലെ അദ്ദേഹത്തിന് ഇൻകം ഉണ്ടായിരിക്കാം, സാലറി ഉണ്ടായിരിക്കാം. പക്ഷെ ഇതൊന്നും തന്നെ ഒരു മേജറായിട്ട് വരുന്ന ഒരു ഇൽനസിനെ കവർ ചെയ്യാനായിട്ട് ഉതകുന്നതായിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സാധാ രീതിയിൽ വരുന്ന അസുഖങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് കവർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമുക്കൊരു സേവിങ്സിനും ഒപ്പം തന്നെ ഒരു സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ തടസ്സം കൂടാതെ, കുടുംബത്തിലുള്ളവർക്ക് അവരുടെ ജീവിതം തടസ്സം കൂടാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന രീതിയിൽ ലൈഫ് ഇൻഷുറൻസും അത്യാവശ്യമാണ്. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ വിഷയമായിട്ട് ഓരോ ദിവസവും നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അറിവ് കിട്ടാൻ ഇതെല്ലാം ധാരാളമായിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കേൾക്കുകയും അതിന് കമൻറ്റ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം അവയർനെസ് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.